തന്റെ മോഹം കെ സുധാകരൻ 2021 തന്നെ തുറന്നു പറഞ്ഞതാണ്. വേറൊന്നുമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണം. പക്ഷെ അന്ന് ജനം സമ്മതിച്ചില്ല, കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയുമില്ല. അന്ന് പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്. മുറിവേറ്റ സിംഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഗർജനത്തേക്കാൾ ഭയാനകമാണ്, ഓർത്താൽ നന്ന്. എല്ലാവർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. ആ മോഹം, മുഖ്യമന്ത്രിയാകാനുള്ള ആ മോഹം 2023 സുധാകരൻ ആവർത്തിച്ചിരുന്നു. പാർട്ടി പറഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ തനിക്ക് സമ്മതം. 24 ന്യൂസിലെ ഗോപികൃഷ്ണന് നൽകിയ അഭിമുഖത്തിലാണ് കെ സുധാകരൻ ഇക്കാര്യം ആവർത്തിച്ചത്. ഒരു കാര്യം 2 തവണ പറഞ്ഞിട്ടും കേൾക്കേണ്ടവർ കേട്ടില്ലെങ്കിൽ ആർക്കായാലും ദേഷ്യം വരും. കുമ്പക്കുടി സുധാകരനാകുമ്പോൾ പ്രത്യേകിച്ചും. എന്താണ് സുധാകരനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസിന് ഇത്ര വൈഷമ്യം? ആ സേതു ഹിമാചലം വരെയുള്ള കോൺഗ്രസിൽ അരിച്ചു പറക്കിയാൽ സിംഹം എന്ന് വിളിപ്പേരുള്ള ഒരേ ഒരാളേ ഉള്ളൂ. കെ കരുണാകരൻ പോലും ലീഡർ വരെ ആയിട്ടുള്ളൂ. ഇന്ദിരാഗാന്ധി പോലും പെൺസിംഹം എന്ന വിശേഷണമേ കേൾപ്പിച്ചിട്ടുള്ളൂ. പെൺസിംഹം പോലെ അല്ലല്ലോ ആൺസിംഹം. അക്കണക്കിന് നോക്കിയാൽ നൂറ്റാണ്ട് പിന്നിട്ട കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഒരേ ഒരു സിംഹം, അതാണ് കെ സുധാകരൻ. സിംഹം എന്ന് വിളിപ്പേരിട്ടാൽ ഇട്ടവർ അദ്ദേഹത്തെ രാജാവാക്കണം. രാജഭരണം പോയതുകൊണ്ട് അത് കഴിയില്ല. പകരം മുഖ്യമന്ത്രിയുടെ കിരീടവും ചെങ്കോലും എങ്കിലും കൊടുക്കണം. അതല്ലേ അതിന്റെ ഒരു മര്യാദ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് കൊടുത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ സിംഹം മുഖ്യമന്ത്രിയാകും? അദ്ദേഹത്തിന് ആ കണ്ണൂർ സീറ്റ് കൊടുക്കാൻ എന്താണ് കോൺഗ്രസിന് വൈക്ലഭ്യം? അദ്ദേഹം MP ആയി പോയതാണോ? അതൊരു ന്യായമേ അല്ല. MP ആയിരുന്ന അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കിയ ചരിത്രമുണ്ട് കേരളത്തിന്. അതുകൊണ്ട് ആ ന്യായം ഈ നാട്ടിൽ ഓടില്ല. അദ്ദേഹത്തിന് കണ്ണൂരിൽ സീറ്റ് കൊടുക്കണം. അദ്ദേഹം മത്സരിച്ച് ജയിച്ചാൽ UDF ഭരണം കിട്ടിയാൽ അദ്ദേഹത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമാക്കണം. ആദ്യത്തെ 6 മാസത്തേക്ക് മതി. ഇപ്പൊ അദ്ദേഹം MP സ്ഥാനം രാജിവെക്കേണ്ടി വരും. MP സ്ഥാനം രാജിവെച്ചാൽ 6 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി. അപ്പൊ 6 മാസം കഴിയുമ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് MP ആയി വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിക്കാം. അവിടെ ജയിക്കും. അദ്ദേഹം ലോക്സഭയ്ക്കും ഒരു മുതൽക്കൂട്ടാകും. ആ സമയത്ത് അദ്ദേഹം പറയുന്ന ഒരാളെ, അദ്ദേഹത്തിന്റെ നോമിനിയെ കണ്ണൂരിൽ മത്സരിപ്പിച്ചാൽ മതിയല്ലോ. എന്താണ് അങ്ങനെ ചെയ്യാൻ കോൺഗ്രസിന് ബുദ്ധിമുട്ട്? സതീശൻ പറയുന്നത് ടീം UDF 100 സീറ്റ് വരെ കിട്ടുമെന്നാണ്. അങ്ങനെ അധികാരത്തിൽ വന്നാൽ പ്രായവും പ്രാഗൽഭ്യവും പ്രവർത്തന മികവുമുള്ള കെ സുധാകരനെ കണ്ണൂർ സീറ്റിൽ ജയിപ്പിച്ച് ആദ്യത്തെ 6 മാസം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാൻ കോൺഗ്രസ് നേതൃത്വം വിസമ്മതിക്കുന്നതിന്റെ കാരണം എന്ത്? ഇന്ത്യയിൽ തന്നെ ഒരു PCC പ്രസിഡന്റും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യം കെ സുധാകരൻ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് പോലൊരു സംഘടനയെ സെമി കേഡറാക്കി മാറ്റാൻ ഇന്ത്യയിൽ വേറെ ഏത് PCC പ്രസിഡന്റാണ് മിനക്കെട്ടത്? അതാണ് സുധാകരന്റെ വിഷൻ. എന്നിട്ട് കോൺഗ്രസുകാർ സെമി കേഡർ ആയോ എന്ന ചോദ്യത്തിന് തൽക്കാലം ഇവിടെ പ്രസക്തിയില്ല. ആ വിഷൻ അദ്ദേഹം അവതരിപ്പിച്ചില്ലേ, അത് പരിഗണിക്കപ്പെടേണ്ടതല്ലേ? ഏതാണ്ട് ഒരു കാൽ കേഡറിന് അടുത്തെത്തിയ ആൾ AKG സെന്ററിന് നേരെ തന്നെ ബോംബെറിഞ്ഞു. അപ്പോ കേരളത്തിലെ കോൺഗ്രസുകാർ മുഴുവൻ സെമി കേഡർ ആയിരുന്നെങ്കിലോ ഒറ്റ CPM-കാരൻ കേരളത്തിൽ ജീവിക്കാൻ ധൈര്യപ്പെടുമായിരുന്നു. അങ്ങനെ ഒരു വിഷൻ അവതരിപ്പിച്ച നേതാവിനെയാണ് അവസരം ഒത്തുവന്നപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡും VD സതീശനും സണ്ണി ജോസഫും ഒക്കെ ചേർന്ന് പുറംകാലിന് തൊഴിക്കുന്നത്. അത് തീരെ ശരിയല്ല. തന്റെ പ്രവർത്തന പാരമ്പര്യം കരളലിയിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സിംഹത്തിന് വെളിപ്പെടുത്തേണ്ടി വന്നിരിക്കുകയാണ്. ആരാണ് ആ സാഹചര്യം ഉണ്ടാക്കിയത്? മുറിവേറ്റ സിംഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഗർജനത്തേക്കാൾ ഭയാനകമാണെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മനസ്സിലാക്കണം. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ ഒരു വാചകമുണ്ട്: ആരുടെയും കരളലിയിക്കുന്ന ഒരു കൊടും വഞ്ചനയ്ക്കിരയായ പൊതുപ്രവർത്തകന്റെ ദയനീയമായ അനുഭവം. ഇതാണ് ആ വാചകം. എന്റെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിനിടയിൽ എന്റെ വീടിനെയും വീട്ടുകാരെയും കുറിച്ച് ഞാൻ ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല. സ്വന്തം പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ എല്ലാം മറന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന് എന്ത് സംഭവിച്ചു എന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ആ കൊടും ചതിയുടെ കഥയാണ് ഇനി പറയുന്നത്. നെഞ്ചു വിങ്ങിയല്ലാതെ അത് പറയാൻ എനിക്കോ കേൾക്കാൻ നിങ്ങൾക്കോ കഴിയില്ല. 2006 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നേരം അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത സത്യവാങ്മൂലത്തിൽ വീടിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: എടക്കാട് അംശം കിഴുന്ന ദേശത്ത് റീസർവേ 54/3 45 സെന്റ് സ്ഥലവും ഒരു വീടും, മൂല്യം വെറും 6.5 ലക്ഷം രൂപ. 2009 നൽകിയ സത്യവാങ്മൂലത്തിൽ വീട് നിർമ്മാണത്തെക്കുറിച്ച് കെ സുധാകരൻ ഇങ്ങനെ വെളിപ്പെടുത്തി: 2440 സ്ക്വയർ ഫീറ്റിൽ വീട് നിർമ്മാണം നടന്നു വരുന്നു. എസ്റ്റിമേറ്റ് തുക 30 ലക്ഷം രൂപ. ഇനി 2014 സത്യവാങ്മൂലം നോക്കാം. വീടിന്റെ വിസ്തീർണം 7405 സ്ക്വയർ ഫീറ്റ് ആയി പെരുകി. പൊതു വരാന്ത തന്നെ 2172 സ്ക്വയർ ഫീറ്റ്. അത്യാവശ്യം വലിയൊരു വീടിന്റെ വലിപ്പമുണ്ട് സുധാകര സിംഹത്തിന്റെ വീട്ടിന്റെ വാരാന്തയ്ക്ക് മാത്രം. എല്ലാം മറന്ന് പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ ഇറങ്ങിയ കണ്ണൂർ സിംഹത്തോട് വീട് നിർമ്മിക്കാൻ ചുമതല ഏൽപ്പിച്ച മേസ്ത്രിമാർ ചെയ്ത ചതിയാണിത്. 2440 സ്ക്വയർ ഫീറ്റിൽ 30 ലക്ഷം രൂപ ചെലവിൽ വീട് നിർമ്മിക്കാൻ മേസ്ത്രിമാരെ ചട്ടം കെട്ടി പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ വീട് വിട്ടതാണ് നമ്മുടെ സിംഹം. ആ തക്കം നോക്കി മേസ്ത്രിമാർ ചതി നടപ്പാക്കി. വീടിന്റെ വിസ്തീർണം 7405 ആയി പെരുകി. അവിടെ കൊണ്ട് നിർത്തിയോ ചതി? ഇല്ല. വീട് നോക്കാതെ പൊതുപ്രവർത്തനത്തിനും പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനും ഇറങ്ങുന്നവർക്കുള്ള ആജീവനാന്ത പാഠമാണ് കെ സുധാകരൻ ഉണ്ടായ അനുഭവം. 2021 ജൂണിൽ
കോർപ്പറേഷന്റെ നിയമപരമായ നടപടിക്രമം പൂർത്തിയാക്കിയപ്പോൾ കെ സുധാകരന്റെ വീടിന്റെ വലിപ്പം 12,000 ചതുരശ്ര അടി. പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിനിടയിൽ വീടിനെയും വീട്ടുകാരെയും കുറിച്ച് ചിന്തിക്കാൻ കഴിയാതെ പോയതിന് കണ്ണൂർ സിംഹം കൊടുക്കേണ്ടി വന്ന വില ഇതാണ്. 2,440 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വീട് പണിയാൻ മേസ്തിരിമാരെ ഏൽപ്പിച്ചു പോയതാണ് കെ സുധാകരൻ. അദ്ദേഹം തിരിച്ചു വന്നപ്പോഴോ പണിതിട്ടത് അതിന്റെ 10 മടങ്ങ് വലിപ്പമുള്ള വീട്. ആ ചെലവ് മുഴുവൻ സിംഹത്തിന്റെ പെടലിക്കായില്ലേ? വേറെ ഏത് കോൺഗ്രസ് നേതാവിന് പറയാനുണ്ട് ഇങ്ങനെ ഒരു ചതിയുടെ കഥ? ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നൽകിയ സത്യവാങ്മൂലം അനുസരിച്ച് വീടിന്റെ വലിപ്പം 12,878 ചതുരശ്ര അടി. ഇത്രയും വലിയ ചതിയുടെ ഭാരം ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ചുമക്കേണ്ടി വന്ന വേറെ ഏത് നേതാവുണ്ട് കേരളത്തിലും ഇന്ത്യയിലും? ഇനി പറയൂ, അരനിമിഷത്തേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ കണ്ണൂർ സിംഹം മോഹിക്കുന്നത് തെറ്റാണോ? അതുകൊണ്ട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് കനിയണം. കണ്ണൂർ സീറ്റ് കോൺഗ്രസിന്റെ ഏക സിംഹത്തിന് കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കണം. പ്രിയപ്പെട്ടവരെ, nbkerala.com എന്ന സൈറ്റ് സന്ദർശിക്കാൻ മറക്കല്ലേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബുള്ളറ്റ് കേരളയ്ക്ക് പ്രതിമാസം 100 രൂപ വീതം ഓട്ടോ പേ ചെയ്യാനുള്ള സംവിധാനം, ഗൂഗിൾ പേ വഴി ഓട്ടോ പേ ചെയ്യാനുള്ള സംവിധാനം ആ സൈറ്റിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദയവായി nbkerala.com എന്ന സൈറ്റ് സന്ദർശിക്കുക, ഞങ്ങളെ സഹായിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.